യെസ്, അങ്ങനെ ഫൈനലി മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ് എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ 8ാമത്തെ സിനിമയായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇക്കണ്ട നാൾ മൊത്തം ടോം ക്രൂസ് എന്ന് പറയുന്ന ആ അഭിനേതാവിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വേർഷൻ കണ്ട ഓരോ തവണയും ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടോം ക്രൂസ് ഈ സിനിമയിൽ എന്താണ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് തിയേറ്ററിലേക്ക് പോയത്. എന്തായാലും സിനിമ ഒരാഴ്ച ഗ്യാപ്പിലാണ് ഞാൻ കണ്ടത്, വ്യത്യാസത്തിലാണ് കണ്ടത്. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ്. മിഷൻ ഇമ്പോസിബിൾ 2023 റിലീസായ മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കനിങ് എന്ന് പറയുന്ന ഡെത്ത് റെക്കനിങ് അങ്ങനെ ഉണ്ടായിരുന്ന സിനിമയുടെ പേര്. അപ്പോൾ ആ 7ാമത്തെ സിനിമയുടെ നേരെ തുടർച്ചയാണ് ഈ സിനിമ. എന്നാൽ മിഷൻ ഇമ്പോസിബിൾ 1ാമത്തെ പടം മുതൽ ഈ സിനിമ വരെ കണ്ടാൽ മാത്രമേ, ഇതിന് മുമ്പത്തെ സിനിമ വരെ കണ്ടാൽ മാത്രമേ ഈ സിനിമയിലെ കണ്ടൻറ്റുകളും കാര്യങ്ങളും വരുന്ന ക്യാരക്ടേഴ്സും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. പറയുന്ന ഡയലോഗിൽ പോലും ഒരുപാട് റെഫറൻസുകൾ വെച്ചിട്ടുണ്ട്. കാരണം അത് വെറുതെ മെൻഷൻ ചെയ്യാതെ ഒരിക്കലും ഈ സിനിമയ്ക്ക് ഒരു എൻഡിങ് കൊടുക്കാൻ കഴിയില്ല. കാരണം അത്രയും മികച്ചൊരു സീരീസും മികച്ചൊരു ഫ്രാഞ്ചൈസിയും ആയിരുന്നു മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്. ഒരു സിനിമ പോലും ഒരാളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഒരു 3ാമത്തെ പാർട്ടോ മറ്റോ ആണ് കുറച്ചെങ്കിലും ഒന്ന് ഡൗൺ ആയിപ്പോയത്. ബട്ട് ബാക്കി എല്ലാ പാർട്ടും ഗംഭീര വരവേൽപ്പും ടോം ക്രൂസിൻ്റെ ഓരോ തവണയും എന്താണ് പുതിയത് ചെയ്യാൻ പോകുന്നതെന്ന് ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. കഴിഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ടിരുന്നു ഒരു ജമ്പ് ചെയ്തത്. അതൊക്കെ വേറെ ആരെങ്കിലും ലോകത്ത് അത്രയും ധൈര്യമുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഈ സിനിമയിലും അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരമാണ്. ഒരു കുട്ടി ഷോട്ട്, ഒരു 30 സെക്കൻഡ് പോലും ഇല്ല, ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ വന്നു പോകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി വരെ പുള്ളി എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് റിസ്ക്കാണ്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഇതുവരെ കണ്ടത് മൊത്തം ഒരു ആക്ഷൻ പാക്ക്ഡ് അല്ലെങ്കിൽ അഡ്വഞ്ചർ പാക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കോൺവെർസേഷൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ടൈപ്പിലുള്ള ഒരു സബ്ജക്റ്റാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ചുമ്മാ കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ട് കാര്യമില്ല. ഈ സിനിമയ്ക്ക് ഇതാണ് ആവശ്യം. അപ്പോൾ അതിൽ ഒരു പോയിന്റിൽ ആക്ഷൻസ് വേണം. ആ ആക്ഷൻസ് കൃത്യമായിട്ട് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ പോലും ബോറടിക്കാതെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തിയേറ്ററിൽ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വല്ലാത്ത ട്രിബ്യൂട്ട് നൽകുന്ന ഒരു മിഷൻ ഇമ്പോസിബിൾ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്ന, ഒരുപാട് സന്തോഷം നൽകുന്ന, ടോം ക്രൂസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഗംഭീര ചിത്രം തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിങ് എന്ന് പറയുന്ന സിനിമ. സൂപ്പർ ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും എൻ്റർടൈനായിട്ട് ഈ അടുത്ത് ഒരു സിനിമ കണ്ടില്ല എന്ന് പറയാം. കാരണം അത്രയും ത്രില്ലിംഗ് ആയിട്ട് കാണാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്. ഒരു ഡയലോഗില്ല. ഏതാണ്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോളം ഒരു ഡയലോഗില്ല. പക്ഷേ ആൾക്കാരെ മുൾമുനയെ നിർത്തുമെന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മൾ ത്രില്ലടിച്ച് ഇങ്ങനെ ഞെരുങ്ങുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഒരു ഡയലോഗില്ലാതെ ഒരു 15 മിനിറ്റ് പുള്ളിയുടെ ഒരു ആക്റ്റാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല. അതൊന്നും. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റഫർ മെക്യുറിൻ എന്ന് പറയുന്ന പുള്ളി ഗംഭീരമായിട്ട് ഇതിനെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിരിക്കും. മിഷൻ ഇമ്പോസിബിളിൻ്റെ എല്ലാ സീരീസിലെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയും സൂപ്പറാണ്. ഇവിടെയും നിരാശപ്പെടുത്തിയിട്ടില്ല. ആ എപ്പിക് സാധനമാണോ ടൺ 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 ടൺ, അത് തിയേറ്ററിലേക്ക് കേൾക്കുമ്പോൾ ഉള്ള സുഖം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ ഒക്കെ ഏറ്റവും ഒരു ഫൺ ഫാക്ടറായിട്ടുള്ളത്, സിനിമയുടെ ഫസ്റ്റ് ടൈറ്റിൽ കാണിക്കുമ്പോൾ തന്നെ ആ സിനിമ തുടങ്ങി തീരുന്ന വരെയുള്ള ഷോട്ടുകൾ മുഴുവൻ കാണിക്കും എന്നുള്ളതാണ്. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ. കാരണം അവർ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് ഒരു 10 സെക്കൻഡിൽ അവർ കഥ മുഴുവൻ പറഞ്ഞു തരും. അപ്പോൾ അതേ സാധനം ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതും വല്ലാതെ ഫീല് നൽകുന്നതായിരുന്നു. സൂപ്പർ ഫീല് തന്നെയായിരുന്നു. ഈതൻ ഹണ്ട് എന്ന് പറയുന്ന ആ എപ്പിക് ക്യാരക്ടറിനെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു സംശയമാണ്. ആ രീതിയിലൊക്കെയാണ് ഇതിനെ ഒരു എൻഡിങ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും അടുത്തൊരു മിഷൻ ഇമ്പോസിബിൾ ഒരു ചാപ്റ്ററുമായിട്ട് വരട്ടെ എന്ന് നമുക്ക്
ആഗ്രഹിക്കാം, അല്ലാതെ വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ ഓരോ സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഓരോ പർപ്പസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തായി അവർ മിഷനിലേക്ക് കടക്കുന്നതിന്. അതെല്ലാം കുട്ടി പർപ്പസ് ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ വന്നപ്പം ലോകം മുഴുവൻ രക്ഷിക്കുന്ന ഒരു കണ്ടൻറ്റാണ്, രക്ഷൻ സ്റ്റോറിയാണ് ഓഫ് കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ മുകളിൽ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. സോ വരുവാണെങ്കിൽ നല്ലതായിരിക്കും, പ്രതീക്ഷിക്കാം. എന്തായാലും സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.